ജയകൃഷ്ണന്റെ പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ഹോട്ടാർസിയുടെ അടുത്ത റിമോട്ട് കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മുന്നിട്ട വീഡിയോയിലുള്ള റിമോട്ടല്ല, ഇതാണ് നമ്മൾ ആദ്യം മേടിച്ച റിമോട്ട്. നമ്മൾ ചെക്ക് ചെയ്യാണ്ട് മേടിച്ചാണ്. 6 ചാനൽ റിമോട്ടാണിത്. സംഭവം അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ഗൺ ടൈപ്പ്. പിന്നെ ഇതിന്റെ ഈ ഷേപ്പ് കണ്ടിട്ടാണ് ഞാൻ മേടിച്ചത്. കുറെ നാളായിട്ടുള്ള ആഗ്രഹം ഇങ്ങനത്തെ റിമോട്ട് മേടിക്കുക എന്നുള്ളത്. അപ്പൊ നമുക്കിത് അൺബോക്സ് ചെയ്ത് ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഗൈസ് നമുക്ക് സംഭവം പെട്ടി പൊളിക്കാം. ഓൾറെഡി പൊളിച്ചതാണ്, നമുക്ക് രണ്ടാമതൊന്നും കൂടി പൊളിക്കാം. ഇതാണ് നമ്മുടെ. ഇനി നമുക്ക് പൊക്കി കഴിഞ്ഞാൽ ബോക്സ് പോകുന്ന എനിക്കറിയാം, അതുകൊണ്ട് ബോക്സിന് അതിർത്തോ. ഇതാണ് നമ്മുടെ റിമോട്ട്, കണ്ടല്ലേ? ഇതിൻ്റെ ഉള്ളിൽ എടുക്കാം. സംഭവം അത് സ്റ്റൈല് സാധനം കണ്ട. ഇതാണ് ഇതിൻ്റെ നമ്മുടെ റിമോട്ടിൻ്റെ ഒരു ഇത് വരുന്നത്. ബാക്കിൽ നമ്മുടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മള് സംഭവം മേടിച്ച് കുറച്ച് കളയുന്നുണ്ട് കേട്ടോ. ഇത് 6 ചാനലാണ് വരുന്നത്. മറ്റേ ചാനൽ നമ്പർ 2, 1, പിന്നെ 3, 4 ഇവിടെ ഉണ്ട്. ഇത് 3, ഇത് 4, 5, 6, 5, 6 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 3, 4 കാര്യത്തിൽ മാത്രം നമുക്ക് കുറച്ച് സംശയമുണ്ട്. അല്ല കുത്തും പറയാട്ടാ, വേറെ വിഷയമൊന്നുമില്ല. ഇതിലൂടെ ചെറിയ ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. ഓൺ ചെയ്ത് കാണിച്ചു തരാം. സൗണ്ടൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ ഇത് കണ്ടത്. ഇതിവിടെ നമ്മുടെ ബാറ്ററിയുടെ പെർസെൻറ്റേജ് ഇതൊക്കെ കാണിക്കും. ഇതിൽ റിസീവറിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അതിലൊക്കെ കിട്ടില്ല കേട്ടോ. അതെന്തോ ഓപ്ഷൻ ഓൺ ചെയ്ത് തരണം. പിന്നെ ഇതിൽ കുറേ ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല. മറ്റേ ബുക്ക് അതിന് ബുക്ക് കാണില്ല കേട്ടോ. ഇതേമാതിരി ബുക്ക് നിങ്ങൾ വാങ്ങുമ്പോൾ ഒപ്പം കിട്ടുമ്പോൾ അത് ഫുള്ളിരുന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇതിൽ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാവും. അത്രേ ഉള്ളൂ. ഈ റിമോട്ട് ഹാൻഡിൽ ചെയ്യാൻ അടിപൊളിയാണ്. മറ്റേ സിംഗിൾ ഹാൻഡ് യൂസ് കണ്ട, സിംഗിൾ ഹാൻഡ് യൂസ് നൈസ് സാധനം. ഇതിൻ്റെ ആകൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയത് ആകൊരു കാര്യം മാത്രമേ ഉള്ളൂ. ചാർജ് പറന്ന് വെച്ച് തീരും. ഇപ്പോൾ മേടിച്ചതിന് ശേഷം തന്നെ 4 പ്രാവശ്യം 5 പ്രാവശ്യം ഞാൻ ബാറ്ററി മാറ്റിയിട്ടുണ്ട്. അത്രയും ഇതിൽ ചാർജ് വലിച്ചു പോവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാറ്ററിയുടെ സ്ഥലം കാണിച്ചു തരാം. ഓൾറെഡി ഞാൻ ബാറ്ററി എടുപ്പുണ്ട് കേട്ടോ. ഇത് തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കിട്ടുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ എത്ര ബാറ്ററി? 4 ബാറ്ററിയാണ് വരുന്നത്. നമ്മുടെ 4 ചാനലിൻ്റെ പോലെ തന്നെ 4 ബാറ്ററി വരുന്നത്. ഇതിൻ്റെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് നമുക്ക് ഇങ്ങോട്ട് ഊരെടുക്കാൻ പറ്റും. ഇതിങ്ങനെ ഒരു പ്ലഗിൻ ടൈപ്പ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ റീചാർജ് ബാറ്ററി നമുക്കിതിൽ ഇതിപ്പോൾ 4 പറയുമ്പോൾ 3.7 4.2 ബാറ്ററി മേടിച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഇട്ട് റീചാർജ് ബാറ്ററി ഇടാൻ പറ്റും. അല്ലാതെ നമ്മുടെ 3.7 ബാറ്ററി ഇടാനുള്ളൊരു ഇതും 3.7 ബാറ്ററി ഇടാനുള്ളൊരു ഓട്ടോ ഇവിടെ ഉണ്ട് കണ്ടാ. പക്ഷെ ഇത് ഇട്ടിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യപ്പെടുന്നത് എനിക്കറിയില്ല. ഞാനത് ഇട്ട് നോക്കിയിട്ടില്ല. ഞാൻ നമ്മൾ മേടിച്ച് ചെക്കിങ്ങിലാണ് സംഭവം. നമുക്കിത് ബാറ്ററി തിരിച്ച് ഇവിടെ തന്നെ കുത്താം. തന്നെ കുത്തി ഇതിങ്ങനെ ഒതുക്കി വയ്ക്കുക കുറച്ച് പണിയാണ് കേട്ടോ. സൂക്ഷിച്ച് കണക്ക് വെച്ചില്ലെങ്കിൽ ഇരിക്കില്ല തേങ്ങ. അതെ, തിരിച്ച് വയ്ക്കുക. ഇത് ലേശം ടൈറ്റ് ഉണ്ടാവും എന്ന് വെച്ചിട്ട് വയറൊരു വള്ളിയാണ്. വീണ്ടും കിട്ടിയ വയർ പണിയാണ്. സ്ഥിരമുള്ളത് ഈ വയർ പണിയായിട്ടില്ല. ഒതുങ്ങിയിരിട്ടാ. അതെ, ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കയറ്റിടാം. അത് കുറച്ച് ടൈറ്റ് വന്നു, തള്ളി കയറ്റിക്കോ, ഡോണ്ട് വറി. അപ്പോൾ വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ റിസീവർ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ റിസീവർ, കണ്ടില്ലേ? 6 ചാനൽ റിസീവർ വരുന്നത്. ഇത് നമ്മുടെ മറ്റേത് കണക്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ ബൈൻഡ് ചെയ്യണതും കാര്യങ്ങളൊക്കെ ഇതിൽ ഇത് മറ്റേ നമ്മുടെ സാധനം ഇതിൽ പറയാം FS മറ്റേ ഫ്ലൈ സ്കൈയുടെ റിമോട്ട് ബൈൻഡ് ചെയ്യണ പോലെ ബൈൻഡിങ് കോഡ് ഇല്ലേന് പകരം ഇത് കണക്ട് ചെയ്തിട്ട് ബൈൻഡിങ് ബട്ടൺ അമർത്തി പിടിക്കുക. എന്നിട്ട് ഇതിൽ പവർ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളാണ് കുറച്ചുകൂടി ബൈൻഡ് ചെയ്യാൻ. ഇത് നേരെ ബൈൻഡ് ആയിക്കോളും. അതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും. പിന്നെ ഇതിൻ്റെ ഒപ്പം വേറെ ഒരു എല്ലെങ്കിൽ ഉണ്ടായിരുന്നിട്ട്, അല്ലെങ്കിൽ ഇവിടെ എവിടെ ഉണ്ട് തപ്പെടുക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഈ സാധനമൊക്കെ നമ്മുടെ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ട ഇതിൻ്റെ ഉള്ളൊരു എല്ലെങ്കിൽ ബോൾട്ട് കാണാം. ഈ എല്ലെങ്കിൽ ബോൾട്ട് നമ്മുടെ കയ്യിലെ സൈസ് വെച്ചിട്ട്, വിരലിൻ്റെ സൈസ് വെച്ചിട്ട് നമുക്കിത് വലുതാക്കി ചെറുതാക്കി ഇടാൻ പറ്റും. പിന്നെ ഇവിടെ മറ്റേ ഇതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു എല്ലെങ്കിൽ വരുന്നുണ്ട്. അങ്ങനെ കുറേ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നല്ല സ്മൂത്തായിട്ടുള്ളൊരു റബ്ബറിൻ്റെ ഇത് വരുന്നുണ്ട്. അതിൻ്റെ ഇത് കൺട്രോളിങ് സെൻസിറ്റീവ്, ഓൾറെഡി ഇവിടെ സെൻസിറ്റീവ് ആണ് റിമോട്ട്. പിന്നെ ഒരു എക്സ്ട്രാ ഒരു പവർ ലൈൻ കൊടുക്കാനുള്ളൊരു ചെറിയൊരു കേബിൾ വരുന്നുണ്ട്. നമുക്ക് ഇതിൽ കുത്തിയിട്ട് എക്സ്ട്രാ ഈ വി എന്നിട്ട് എക്സ്ട്രാ വോൾട്ടേജ് എന്നിട്ട് എടുക്കുന്നുണ്ട്. എക്സ്ട്രാ വോൾട്ടേജ് എന്നല്ല, അപ്പോൾ നമ്മൾ ഈ സെർവോ വെച്ചിട്ടൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കുന്ന സംഭവങ്ങളില്ലേ,
അതിൽ കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 5 വോൾട്ടിൻ്റെ സപ്ലൈ കൊടുത്താൽ മതി. അത് സംഭവം മനസ്സിലായില്ല. അത് ഞാൻ പിന്നെ ഒരു ദിവസം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നമ്മളൊരു കുഞ്ഞ് RC കാർ മേടിച്ചിട്ട് ഈ സംഭവം കണക്ട് ചെയ്തിട്ട് ചെയ്തൊരു പരിപാടിയാണ്. നമുക്ക് സെർവോ വെച്ചിട്ട് നമുക്ക് ESC ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഈ സെർവോ വെച്ചിട്ട് കറണ്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ എക്സ്റ്റേണൽ നമ്മളൊരു 3.7 കറണ്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് എക്സ്റ്റേണൽ വോൾട്ടേജ്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. എടുത്തു വെച്ചാൽ നല്ലതാണ്. നമുക്ക് മറ്റേ ബസ് ഒക്കെ കയറ്റുമ്പോൾ അധികം കിട്ടുന്നുണ്ടോ? കിട്ടി വലിയ ഉപകാരം ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു സിമ്പിളാണ് സാധനം. മറ്റേത് പറഞ്ഞ പോലെ തന്നെ റേറ്റും ഭയങ്കര കുറവാണ്. അപ്പോൾ റേറ്റ് ഞാൻ പറയണില്ല. റേറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ അടിയിലിടുക, കയറി നോക്കി നോക്ക്. ഉറപ്പാണ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ് ഈ സംഭവം അടിപൊളിയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും കൂടുതൽ വീഡിയോസും കാര്യങ്ങളും മറ്റേ ESCനെ പറ്റിയിട്ടും നമ്മൾ പുതിയ 2 ESC അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ചെക്കിങ്ങിലാണ്. നമ്മൾ ചെക്ക് ചെയ്ത് നല്ല ക്വാളിറ്റി ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ കാണിക്കാറ്. അപ്പോൾ എന്തായാലും അതിൻ്റെയൊക്കെ ചെക്കിങ് നടക്കുന്നുണ്ട്. അപ്പോൾ പുതിയ വീഡിയോസ് ഇനി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോസ് വരാഞ്ഞത് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അല്ല മനവി. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ദിവസം അല്ല കുറച്ച് അധികമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഷോർട്സ് മാത്രം ഇട്ടിരുന്നുള്ളൂ. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ വരും. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ.